In this section, we are going to discuss about prime fields. Okay. So, എന്താണ് പ്രൈം ഫീൽഡ്സ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്? ഓക്കെ, നമ്മൾ പറയാൻ പോകുന്ന കാര്യം ഇതാണ്. അതായത് ഏത് ഫീൽഡ് എടുത്താലും ഇപ്പം നമുക്ക് സുപരിചിതമായിട്ടുള്ള ഫീൽഡുകളൊന്ന് കൺസിഡർ ചെയ്ത് നോക്കുക. Q, R, C ഒക്കെ ഫീൽഡാണ് അല്ലേ? പക്ഷേ ഈ ഫീൽഡുകളിലൊക്കെ ഒരു പ്രത്യേകത കാണാൻ പറ്റുന്നത്, ഈ ആറിനകത്തും ആരുണ്ട്? ക്യൂ ഉണ്ട്. ഈ സിക്കകത്തും ആരുണ്ട്? ക്യൂ ഉണ്ട്. ക്യൂവിനേക്കാളും ചെറുതായിട്ടുള്ളൊരു ഫീൽഡ് തൽക്കാലം നമുക്ക് അറിയില്ല. ഓക്കെ, സോ ചോദ്യം, ഇങ്ങനെയുള്ള ഫീൽഡുകളിലൊക്കെ ക്യൂ ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ മാർക്ക്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മാർക്ക് എന്ന് വെച്ചാൽ നമുക്ക് അറിയാവുന്ന വേറെ ഫീൽഡുകളാണ്. ഇപ്പോൾ Z3, Z5 ഒക്കെ ഉള്ളത്. ഓക്കെ, സോ ഈ ഫീൽഡുകളും നമ്മുടെ അറിയാവുന്ന ക്യൂവും ആറും സിയും തമ്മിലൊക്കെ എന്തോ ഒരു ഡിഫറൻസ് കാണാൻ പറ്റുന്നുണ്ട്. ഒന്ന്, ഇതിൽ ഇൻഫൈനൈറ്റ് ആൾക്കാരാണ്, നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉണ്ട്. ഇതിൽ ഫൈനൈറ്റ് നമ്പർ ഓഫ് ആൾക്കാരാണുള്ളത്. അല്ലാതെ എന്തെങ്കിലും കൂടുതൽ നമുക്കതിനകത്ത് നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണ്ടോ ഇല്ലയോ എന്നാണ് ചോദ്യം. ഓക്കെ, സോ ഇതിൻ്റെ ആൻസറാണ് നമ്മൾ ഈ അടുത്ത് പറയാൻ പോകുന്ന കാര്യം. ലെറ്റ് R be any ring with unity 1, n.1 എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥത്തിൽ? ഒരു റിംഗ് ആണ് അല്ലേ? റിങ്ങിലെ n.1 എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് 1 n ടൈംസ് ആഡ് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ? 1 + 1 + എക്സെട്ര n ടൈംസ് അല്ലേ? അത് ഇഫ് n > 0 എന്നുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ. ഇഫ് n ഈസ് നെഗറ്റീവ് ആണെങ്കിൽ എന്തായിരിക്കും അത്? -1 n ടൈംസ് ആഡ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. -1 n ടൈംസ് ആഡ് ചെയ്യുക, മോഡ് n ടൈംസ് ആഡ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? ഓക്കെ, സോ വൈ n.1 = 0 ഫോർ n = 0? അതെപ്പോഴും ക്ലിയർ ആണ്. n = 0, n.1 = 0, നമ്മൾ n = 0 ആകുമ്പോൾ. അല്ലാതെ എപ്പോഴെങ്കിലും 0 വരുമോ എന്നുള്ള ഒരു ചോദ്യം നമ്മൾ ഓട്ടോമാറ്റിക്കലി ചോദിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. ഇപ്പോൾ Z4 ഒക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്താ അറിയാം? 4.1 എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ? 0 ആണ് അല്ലേ? ഓക്കെ, അപ്പോൾ അതുമായി റിലേറ്റഡ് കുറച്ച് കാര്യങ്ങളാണ് ഇനിയുള്ള തിയറത്തിൽ വരാൻ പോകുന്നത്. ഇഫ് എ റിംഗ് വിത്ത് യൂണിറ്റി 1, then consider the map phi from Z to R given by phi of n = n.1. For n element of Z is a homomorphism of Z into R. R ഒരു റിംഗ് എടുത്തിട്ടുണ്ട്, നമ്മുടെ Z നിന്ന് ആറിലോട്ടാണ് ഒരു ഹോമോമോസം ഡിഫൈൻ ചെയ്യുന്നത്. സോ ഇത് ഹോമോമോസ് ആണെന്ന് കാണിക്കണമെങ്കിൽ രണ്ട് കണ്ടീഷൻസ് കാണിക്കണം. എന്തൊക്കെയാണ്? ഒന്ന്, phi of n + m = phi of n + phi of m എന്ന് കാണിക്കണം. അടുത്തത് phi of nm = phi of n × phi of m എന്ന് കാണിക്കണം. ശരിയല്ലേ? ഓക്കെ, സോ ആദ്യത്തെ നോക്കുക. എന്താണ് phi of n + m തന്നിട്ടുള്ളത്? phi of n + m എന്ന് പറഞ്ഞാൽ ബൈ ഡെഫിനിഷൻ പ്രകാരം എന്തായിരിക്കും? അത് n + m × 1 ആണ് അല്ലേ? ഈ n + m × 1 ബൈ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ പ്രകാരം നമുക്ക് എങ്ങനെ മാറ്റാം? അതിനെ n.1 + m.1 ആക്കാം അല്ലേ? ഈ n.1നെ എന്താണ് സത്യത്തിൽ? phi of n ആണ്. ഈ m.1 ആരാ? phi of m ആണ്. അപ്പോൾ എന്ത് കിട്ടി? phi of n + m = phi of n + phi of m കിട്ടിക്കഴിഞ്ഞു. അത് ശരിയാണ്. അടുത്ത് ചോദിക്കണത്, n ആൾക്കാരെ എടുത്തു, 1 + 1 + 1 എക്സെട്ര n സമ്മൻസ്. എമ്മിൻ്റെ അതുപോലെ 1m ടൈംസ് എടുത്തു. അത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ ഉണ്ടാവുക? nm ടൈംസ് 1 ആഡ് ചെയ്യുന്നതാണ് ഉണ്ടാവാൻ പോകുന്നത് അല്ലേ? ദാറ്റ് ഈസ് എന്ത് ക്ലിയർ ആയപ്പോൾ n.1 × m.1 = nm.1 ആയി മാറി അല്ലേ? സോ ഇവിടെ നിന്ന് ഓട്ടോമാറ്റിക്കലി എന്ത് പറയാം? ഇങ്ങനൊരു കാര്യം ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇവിടെ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ഉണ്ട്. സോ ഓട്ടോമാറ്റിക് പറയാൻ പറ്റും phi of nm എന്തായി മാറും? phi of nm ഡെഫിനിഷൻ പ്രകാരം phi of nm = nm.1 ആണ്. ദാറ്റ് ഈസ് എന്താണ്? ദാറ്റ് ഈസ് n.1 × m.1 ആണ്. ദാറ്റ് ഈസ് phi of n × phi of m ആണ്. സോ നമുക്ക് രണ്ടാമത്തെ കണ്ടീഷൻ കിട്ടി. ദാറ്റ് ഈസ് നമുക്ക് എന്ത് കിട്ടി? ഇപ്പോൾ ഏത് റിങ്ങിൽ നിന്നും കിട്ടിയിട്ടുള്ള കാര്യം മനസ്സിലാക്കുക. നമുക്ക് ഏത് റിങ്ങിൽ നിന്നും ഏത് റിങ് R എടുത്താലും Z നിന്ന് ആ പർട്ടിക്കുലർ റിങ്ങിലോട്ട് നമുക്കൊരു ഹോമോമോർഫിസം ഡിഫൈൻ ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് ഹോമോമോർഫിസം ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? phi of n equal to
n.1 എന്നുകൊണ്ടാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അതൊരു റിംഗ് ഹോമോമോർഫിസം ആണെന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി ആ റിംഗ് ഹോമോമോർഫിസത്തിൻ്റെ കേർണലിനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കാം. അതായത് ആ റിംഗ് ഹോമോമോർഫിസം അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ നമ്മളെടുക്കുന്ന റിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്യും ആ വരുന്ന മാപ്പിംഗ് എന്ന് പറയുന്നത് 5 ഫ്രം Z to R ആണ് നമ്മൾ എടുക്കണമെന്ന് വിചാരിക്കുക. റിയൽ നമ്പേഴ്സ് എടുക്കണമെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ എടുത്തിട്ട് കൺസെപ്റ്റ് പ്രകാരം റിംഗ് R ഈക്വൽ ടു ആര് എടുത്തിട്ടുള്ളത്? റിയൽ നമ്പേഴ്സാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ മാപ്പ് എന്താ? phi of n ഈക്വൽ ടു n.1 ആണ് അല്ലേ? ഇനി കേർണൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വരിക? കേർണൽ phi equal to set of all x element of z അല്ലെങ്കിൽ set of all m element of z. ഇതെന്ത് പ്രത്യേകത? phi of m equal to 0 എന്ന് വെച്ചാൽ m.1 equal to 0. പക്ഷേ ഏതെങ്കിലും ഒരു ഇൻറ്റിജർ ഇൻറ്റു 1 എടുത്താൽ 0 വരും. നമുക്ക് ഏത് ഇൻറ്റിജർ എടുത്താൽ മാത്രമേ വരുള്ളൂ? സിംഗിൾട്ടൺ 0 എടുത്താൽ മാത്രമേ വരുള്ളൂ അല്ലേ? ദാറ്റ് ഈസ് ഇവിടെ കേർണൽ എന്ന് പറയുന്നത് സിംഗിൾട്ടൺ 0 ആണ് അല്ലേ? അപ്പോൾ ഇവിടെ 6 എന്നല്ല, നോക്കിയാൽ കാണാൻ പറ്റും അവിടെ Q എടുത്താലും കോംപ്ലക്സ് നമ്പർ C എടുത്താലും ഒക്കെ സിറ്റുവേഷൻ സെയിം ആണ്. അതിൻ്റെ കേർണലിൽ ആരായിരിക്കും വരുന്നുണ്ടാവുക? സിംഗിൾട്ടൺ 0 ആയിരിക്കും വരുന്നുണ്ടാവുക. പക്ഷേ ഞാൻ ഈ എടുക്കുന്ന മാപ്പ് ഫ്രം Z to Z3 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, സെയിം മാപ്പിംഗ് ആണ്. എന്ത്? phi of n ഈക്വൽ ടു n.1 എന്ന് പറഞ്ഞ മാപ്പിംഗ് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. പക്ഷെ ഈ മാപ്പിൻ്റെ കേർണൽ എന്ന് പറയുന്നത് കേർണൽ ഫൈൽ എന്ത് വരും? കേർണൽ ഫൈ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ആരാ? m എലമെൻറ്റ് ഓഫ് z വിത്ത് പ്രത്യേകത phi of m ഈക്വൽ ടു 0 അല്ലേ? പക്ഷെ നമുക്കിവിടെ കാണാൻ പറ്റും എന്ത്? 3യുടെ എല്ലാ മൾട്ടിപ്പിളും എവിടേക്ക് പോവും? 0 ഇവിടെ പോവും അല്ലേ? അതായത് ഇതിൻ്റെ കേർണൽ എന്ന് പറയുന്നത് അറിയാൻ മാറുന്നുണ്ട് 3z ആയിട്ട് മാറുന്നുണ്ട് അല്ലേ? സോ രണ്ട് കേസുകളിലും സിറ്റുവേഷൻ അറൈസ് ചെയ്ത് നോക്കുക, വ്യത്യാസം എന്താണെന്നുള്ളത് നോക്കുക. ഒന്നാമത്തെ കേസിൽ കേർണലിൽ സിംഗിൾട്ടൺ 0 മാത്രമാണ് ഉണ്ടായിരുന്നത്. രണ്ടാമത്തെ കേസിൽ എന്തുണ്ടായി? 3z വന്നു. ഓക്കെ, സോ ഇത് വെച്ചിട്ട് നമുക്ക് ഈ ഫീൽഡുകളെ കാറ്റഗറൈസ് ചെയ്ത് വേറെ എന്തെങ്കിലും പറയാൻ എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. സോ ഇഫ് എ R is a ring with unity and characteristic n greater than 1, then R contains a subring isomorphic to Zn. എന്താ പറഞ്ഞത്? if R is a ring with unity and characteristic n greater than 1, then R contains a subring to Zn. And if R has characteristic 0, then R contains a subring isomorphic to Z. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഒരു കാര്യം പറയേണ്ടത് എന്താണ് ക്യാരക്ടറിസ്റ്റിക് എന്നുള്ളത് പറയണം. നമ്മൾ കഴിഞ്ഞ ഇതിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ ഒന്നുകൂടി റിവൈസ് ചെയ്ത് പറയണു. വാട്ട് ഈസ് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ റിംഗ്? ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? സ്മോളസ്റ്റ് നോൺ സീറോ ഇൻറ്റിജർ സച്ച് ദാറ്റ് ആ ഇൻറ്റിജർ n ആണെങ്കിൽ സ്മോളസ്റ്റ് ഇൻറ്റിജർ n സച്ച് ദാറ്റ് n ഡോട്ട് a ഈക്വൽ ടു 0 ഫോർ എവരി a എലമെൻറ്റ് ഓഫ് ദ റിംഗ് R എന്ന് വെച്ചാൽ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള നോൺ സീറോ ഇൻറ്റിജർ ഇന്ന് എന്ത് പ്രത്യേകത വേണം? നോൺ സീറോ പോസിറ്റീവ് ഇൻറ്റിജർ. ഓക്കെ, നോൺ സീറോ പോസിറ്റീവ് ഇൻറ്റിജർ എന്ത് പ്രത്യേകത വേണം? n.1 ഈക്വൽ ടു 0 ഫോർ എവരി a എലമെൻറ്റ് ഓഫ് R എന്ന് വെച്ചാൽ റിങ്ങിലെ എല്ലാ ആൾക്കാരെയും ആ പർട്ടിക്കുലർ എലമെൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് കിട്ടണം? 0 കിട്ടണം. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ Z3 എടുത്താൽ, ഓക്കെ, Z3യിലെ
എല്ലാ ആൾക്കാരെയും ഞാൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? 0 കിട്ടും. 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും 0 കിട്ടും. 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും 0 കിട്ടും. സോ അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുന്നത് 3യുടെ മൾട്ടിപ്പിൾസ് ആണ്. ആ മൾട്ടിപ്പിൾസ് വെച്ച് ഏറ്റവും സ്മോളസ്റ്റ് ആളെന്ന് പറയുന്നത് ആരാ? നോൺ സീറോ ആയിട്ടുള്ള ആളെന്ന് പറയുന്നത് 3 ആണ് അല്ലേ? സോ സെറ്റ് 3യുടെ ക്യാരക്ടറിസ്റ്റിക് 3 ആണ്. സിമിലിയർലി സെറ്റ് 2വിൻ്റെ ക്യാരക്ടറിസ്റ്റിക് 2 ആണ്. സെഡ് എന്നിൻ്റെ ക്യാരക്ടറിസ്റ്റിക് n ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം നമ്മുടെ അടുത്ത കേസുകളിലെ ക്യൂ, ആറ്, സിയിലൊക്കെ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? അതായത് ക്യൂവിലെ എല്ലാ എലമെൻറ്റ്സിനെയും എൻ ക്യൂ ഈക്വൽ ടു 0 ഫോർ എവരി ക്യൂ എലമെൻറ്റ് ഓഫ് ക്യൂ ആയിട്ടുള്ള അങ്ങനെ ആൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ? അതുപോലെ എൻ ആർ ഈക്വൽ ടു 0 ഫോർ എവരി ആർ എലമെൻറ്റ് ഓഫ് ആർ ആയിട്ട് ആൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ? എൻ ഡോട്ട് സി ഈക്വൽ ടു 0 ഫോർ എവരി സി എലമെൻറ്റ് ഓഫ് ക്യാപിറ്റൽ സി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ? നമുക്ക് ക്ലിയർലി കാണാൻ പറ്റും അങ്ങനൊരു n ഡസ് നോട്ട് എക്സിസ്റ്റ്. ഓക്കെ, അങ്ങനെ ഒരു കേസ് എക്സിസ്റ്റ് ചെയ്യാത്തത് കൊണ്ട് ഇങ്ങനെയുള്ള ഫീൽഡുകൾക്ക് ആർക്കൊക്കെയാണ് നമ്മുടെ ക്യൂ, ആറ്, സീനൊക്കെ ക്യാരക്ടറിസ്റ്റിക് ആയി ഡിഫൈൻ ചെയ്യണത് 0നെയാണ്. ഓക്കെ, ദാറ്റ് ഈസ് ഇപ്പോൾ ഈ ഫീൽഡുകൾ ക്യാരക്ടറിസ്റ്റിക് 0 ആയിട്ടുള്ള ഫീൽഡുകളാണ്. ഈ ഫീൽഡുകൾ നമ്മുടെ Z3, Z5 ഒക്കെ ക്യാരക്ടറിസ്റ്റിക് ഫൈനൈറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. എസ്പെഷ്യലി സെറ്റ് 3യുടെ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറഞ്ഞാൽ 3 ആയിരിക്കും. സെറ്റ് 5ൻ്റെ 5 ആയിരിക്കും. അപ്പോൾ ജനറലി സെറ്റ് പിയുടെ ക്യാരക്ടറിസ്റ്റിക് എന്തായിരിക്കും? P ആയിരിക്കും. സോ 2 ടൈപ്പ് ഫീൽഡുകളാണ് എല്ലാം നമ്മൾ പറയാൻ പോകുന്നത്. ഒരു ടൈപ്പ് ഫീൽഡ് എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക് P ആയിട്ടുള്ള ആൾക്കാർ. രണ്ടാമത്തെ ടൈപ്പ് ഫീൽഡ് എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക് 0 ആയിട്ടുള്ള ആൾക്കാർ. അടുത്ത് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോകുന്നത് ഇങ്ങനെയാണ്: ക്യാരക്ടറിസ്റ്റിക് 0 ആയിട്ടുള്ള എല്ലാ ഫീൽഡിലും ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള ഒരു ഫീൽഡ് എന്ന് പറയുന്നത് സബ് ഫീൽഡ് എന്ന് പറയുന്നത് ക്യൂ ആയിരിക്കും. അതുപോലെ ക്യാരക്ടറിസ്റ്റിക് P ആയിട്ടുള്ള എല്ലാ ഫീൽഡിനകത്തും നമുക്കൊരു ZPനെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം നമ്മുടെ പ്രൈം ഫീൽഡ് എന്ന് പറയുന്ന സത്യത്തിൽ ZPയും Q ആണ്. ഓക്കെ, ZP എന്ന് പറയുന്നത് ZPയും Q ആണ് നമ്മുടെ നമ്മൾ പറയാൻ പോകുന്ന പ്രൈം ഫീൽഡ്സ്. ZP, P ക്യാരക്ടറിസ്റ്റിക്കുള്ള എല്ലാ ഫീൽഡിനകത്തും ആരുണ്ടാവും? ZP ഉണ്ടാവും. 0 ക്യാരക്ടറിസ്റ്റിക്കായ എല്ലാ ഫീൽഡിനകത്തും ആരുണ്ടാവും? Q ഉണ്ടാവും. ഓക്കെ, നമ്മളിപ്പോൾ തിയറത്തിലൂടെ കാണിക്കാൻ നോക്കാം. ഇഫ് ആർ റിംഗ് വിത്ത് എ യൂണിറ്റി ആൻഡ് എ ക്യാരക്ടറിസ്റ്റിക് n greater than 1, then R contains a subring isomorphic to Zn. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക് ഗ്രേറ്റർ ദാൻ 1 ആയിട്ടുള്ള എല്ലാ ഫീൽഡിനകത്തും ആരുണ്ടെന്ന് പറയുന്നത് ദർ ഇസ് എ റിംഗ് സബ്റിംഗ് ഐസോമോർഫിക് ടു Zn ഉണ്ടെന്ന് പറയുന്നു. ആൻഡ് ഇഫ് R ഹാസ് എ ക്യാരക്ടറിസ്റ്റിക് 0, then R contains a subring isomorphic to Z. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യം ഇതാണ്. നമ്മൾ പറഞ്ഞൊരു ചെറിയ കാര്യമുള്ളത് നമ്മൾ കാണിക്കാൻ പോണത് എല്ലാ ഫീൽഡിനകത്തും പ്രൈം ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്കുള്ള ഫീൽഡിനകത്ത് ZP ഉണ്ടാവും, 0 ക്യാരക്ടറിസ്റ്റിക് ആയ ഫീൽഡിനകത്ത് Q ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ പക്ഷേ റിങ്ങിൻ്റെ കേസിലാണെങ്കിൽ സാധാരണ റിങ് മാത്രം എടുക്കുകയാണെങ്കിൽ എല്ലാ ക്യാരക്ടറിസ്റ്റിക് n ആയിട്ടുള്ള റിങ്ങിനകത്തും ആരുണ്ടാവും? Zn ഉണ്ടാവും. ക്യാരക്ടറിസ്റ്റിക് 0 ആയിട്ടുള്ള എല്ലാ റിങ്ങിനകത്തും ആരുണ്ടാവും? Z ഉണ്ടാവും. ഓക്കെ, റിങ്ങിൻ്റെ കേസാണ് എടുക്കണമെന്ന് വെച്ചാൽ ക്യാരക്ടറിസ്റ്റിക് n ആയിട്ടുള്ള എല്ലാ റിങ്ങിനകത്തും Zn ഉണ്ടാവും. ക്യാരക്ടറിസ്റ്റിക് 0 ആയിട്ടുള്ള എല്ലാ റിങ്ങിനകത്തും Z ഉണ്ടാവും. ഓക്കെ, കൺസിഡർ ദ മാപ്പിംഗ്. ഈ മാപ്പിൻ്റെ നമ്മൾ നേരത്തെ പറഞ്ഞ ഹോമോമോർഫിസം മാപ്പിൻ്റെ ഹെൽപ്പോട് കൂടിയാണ് ഈ പ്രൂഫ് ചെയ്യുന്നത്. കൺസിഡർ ദ മാപ്പിംഗ് 5 ഫ്രം Z to R given by phi of m equal to m dot 1. നേരത്തെ പറഞ്ഞ സെയിം മാപ്പിംഗ് ഫോർ m element of Z is an homomorphism by തിയറം 27.17 നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. നൗ കേണൽ എന്തായിരിക്കണം? നമുക്കറിയാം കേണൽ ഒരു ഐഡിയലാണ് അല്ലേ? എന്തുകൊണ്ടാണ് കേണൽ ഐഡിയൽ ആവണേ? കേണൽ എന്ന് പറഞ്ഞാൽ ഏത് ഹോമോമോർഫിസം എടുത്താലും കേണൽ എന്ന് പറഞ്ഞാൽ ആരാ? സെറ്റ് ഓഫ് ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് ആർ. ഇപ്പോൾ ഇവിടെ നിന്നാണെങ്കിൽ ആറിന്ന് R' ഹോമോമോർഫിസം ആണെങ്കിൽ എക്സ് എലമെൻറ്റ് ഓഫ് ആർ സച്ച് ദാറ്റ്
ഫൈവ് ഓഫ് എക്സ് ഈക്വൾ ടു 0 ആണ് അല്ലേ. ആൾറെഡി നമുക്കറിയാം കേണൽ ഒരു നോർമൽ സബ് ഗ്രൂപ്പാണ്. സോ കേണൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഓട്ടോമാറ്റിക്കലി? കേണൽ എന്ന് പറയണത് അതൊരു അണ്ടർ അഡീഷൻ അബീലിയൻ ഗ്രൂപ്പ് ആയിരിക്കും. അണ്ടർ അഡീഷൻ അബീലിയൻ ഗ്രൂപ്പ് ആയിരിക്കും, സംശയമില്ല. ഇനി കേണലിലെ ഏത് എലമെൻറ്റിനെ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താലും റിങ്ങിൻ്റെ എലമെൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ടാവും, ആർ ഇൻറ്റു എക്സിൽ വരും. അതിന് ഫൈവ് ഓഫ് ആർ എക്സ് എന്നുണ്ടാവും. ദിസ് ഈസ് ഫൈവ് ഓഫ് ആർ ഇൻറ്റു ഫൈവ് ഓഫ് എക്സ് ആയിരിക്കും. ഫൈവ് ഓഫ് എക്സ് പക്ഷേ എന്താ 0 ആണ്. കേണൽ എലമെൻറ്റ് ആയതുകൊണ്ട് പ്രൊഡക്റ്റ് എടുത്താൽ 0 വരും. ദാറ്റ് മീൻസ് എല്ലാ ആർ എക്സും ആരുടെ അകത്തേക്ക് വരും? കേണലിൻ്റെ അകത്തേക്ക് വരും അല്ലേ. ഓക്കെ, നമ്മൾ ആൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ. അത് പറഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ ഹോമോമോർഫിസം റിംഗ് തിയറം തന്നെ പറഞ്ഞത് അല്ലേ. ഫാക്ടർ റിങ് ഉണ്ടാക്കാൻ പറ്റുന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ ഇയാൾ ഐഡിയൽ ആയതുകൊണ്ട് ഇത് നമ്മുടെ കേണൽ ഒരു ഐഡിയൽ ആയതുകൊണ്ട് ആരുടെ ഐഡിയലാണ് ഇവിടെ? സെഡിൻ്റെ ഐഡിയലാണ് അല്ലേ. സെഡിൻ്റെ ഐഡിയൽ ആയതുകൊണ്ട് ആ ഐഡിയൽ ഏത് രൂപത്തിലായിരിക്കുക? സെഡിൻ്റെ എല്ലാ ഐഡിയൽസും ഇരിക്കുന്ന ഫോർമാറ്റ് എന്ന് പറയുന്നത് ആരാ? NZ ആണ് അല്ലേ. ദാറ്റ് ഈസ് കേണൽ ആരെ പോലെ ഇരിക്കും? ഒരു NZ പോലെ ഇരിക്കും. ഓക്കെ, since all the ideals of Z are of the form SZ or some NZ for some S element of Z, by theorem we see that R has a characteristic n greater than 0. Then the kernel of phi is NZ. ഫൈയുടെ ക്യാരക്ടറിസ്റ്റിക് എന്താണ്? NZ ആണ്. ആൻഡ് ദ ഇമേജ് മസ്റ്റ് ബി എന്താണ്ടാവുക? ഇമേജ് എന്താണ് സംഭവിക്കുക? ഇമേജ് നമ്മുടെ ഫൈ ഓഫ് സെഡ് എന്ന് പറയണത്, ഫൈ ഓഫ് സെഡ് എന്ന് പറയണത് എന്താണ്? ഇസ് എ സബ്രിങ് ഓഫ് ആർ ആണ് അല്ലേ. ഫൈ ഓഫ് സെഡ് സബ്രിങ് ആണ്, നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു പണ്ടേ. അപ്പോൾ നമുക്ക് എന്താ പറയാൻ പറ്റും? സബ്രിങ് ആയതുകൊണ്ട് Z/NZ എന്ന് പറയുന്നത് ഐസോമോർഫിക് ടു ആരാ? ZN ആണ് അല്ലേ. സെഡ് കോഷ്യൻ്റ് ZNZ എന്ന് പറയുന്നത് ഐസോമോർഫിക് ടു ZN ആണ്. ഇവിടെ നിന്ന് തന്നെ പറയാൻ പറ്റും ഓട്ടോമാറ്റിക്കലി. ഇപ്പോൾ ഇഫ് ദ സബ്രിങ് ഓഫ് ആർ ഈസ് 0, കിട്ടിയിട്ടുള്ള എന്താണെന്ന് ശ്രദ്ധിക്കുക. കിട്ടിയിട്ടുള്ള കാര്യം എന്ന് പറയണത് 5 ഫ്രം Z നിന്ന് ആറിലോട്ട് ആയപ്പോൾ റിങ്ങിലോട്ടായപ്പോൾ നമുക്കിവിടെ കിട്ടിയ കാര്യം എന്താ? നമ്മുടെ കേണൽ എന്ന് പറയുന്നത് ആരായി മാറിയിട്ടുണ്ട്? കേണൽ എന്ന് പറയണത് NZ ആയി മാറിയിട്ടുണ്ട് അല്ലേ. കേണൽ NZ ആയി മാറിയതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടി? സെറ്റ് കോഷ്യൻ്റ് NZ എന്ന് പറയുന്നത് ഐസോമോർഫിക് ടു ആരാ? എക്സാക്ട്ലി ZN ആണ് അല്ലേ. പക്ഷേ ഈ ZN എന്ന് പറയുന്നത് ആരുടെ? ഇവിടുത്തെ പ്രകാരം ആരുടെ സബ്രിങ് ആണ് ZN എന്ന് പറയണത്? ZN എന്ന് പറയുന്നത് ആരുടെ സബ്രിങ്? ZN ഇമേജ് ആയതുകൊണ്ട് ZN എന്ന് പറയുന്നത്, കാരണം ഇതെന്ന് പറയുന്നത് Z/, കേണലാണ്. Z/, കേണൽ ഈസ് ഐസോമോർഫിക് ടു ഇമേജ് ആണ് ബൈ എന്ത്? നമ്മുടെ റിംഗ് ഹോമോമോർഫിസം തിയറം പ്രകാരം. സോ ദിസ് ഈസ് എ സബ്രിങ് ഓഫ് ആർ ആണ് എന്ന് വെച്ചാൽ ആറിനകത്ത് ഏത് റിംഗ് ഉണ്ട് ഉറപ്പായിട്ടും? ZN ഉണ്ട് ഉറപ്പായിട്ടും അല്ലേ. നമുക്ക് കാണിക്കേണ്ടിയിരുന്നേ തിരിച്ച്. സോ വി ഹാവ് ഷോർട്ട് ഫസ്റ്റ് തിങ്. സെക്കൻഡ് വൺ എന്താ? ഇഫ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് ആർ ഈസ് ഓഫ് 0, ക്യാരക്ടറിസ്റ്റിക് ഓഫ് ആർ 0 ആണെങ്കിൽ എന്ത് കിട്ടും? ഒരിക്കലും M.1 എന്താവില്ല? നോട്ട് ഈക്വൾ ടു 0 ആയിരിക്കും എല്ലാ സമയത്തും അല്ലേ. M.1 ഈക്വൾ ടു 0 ആവാൻ പറ്റില്ല ഫോർ M നോട്ട് ഈക്വൾ ടു 0 ആകുമ്പോൾ. ആ കേസിൽ എപ്പോൾ മാത്രമേ 0 ആവുള്ളൂ? കേണൽ എന്താവുമ്പോൾ? കേണലിൽ ആര് മാത്രമേ ഉണ്ടാവുള്ളൂ? 0 മാത്രമേ ആര് ചെയ്യുള്ളൂ? 1നെ 0 ആക്കുള്ളൂ. സോ ഇതിൻ്റെ കേണലിൽ ആര് മാത്രമേ ഉള്ളൂ? സിംഗിൾട്ടൺ 0 മാത്രമേ ഉള്ളൂ. ദാറ്റ് മീൻസ് അതിൻ്റെ ഇമേജ് എന്ന് പറയുന്നത് എക്സാക്ട്ലി ആര് തന്നെയാണ്? ഇറ്റ് സെൽഫാണ് അല്ലേ. ഇമേജ് ഫൈ ഓഫ് Z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആരാ? ഇറ്റ് സെൽഫ് എന്ന് വെച്ചാൽ ഫൈ ഓഫ് Z എന്ന് പറഞ്ഞാൽ ആരാ? എക്സാക്ട്ലി Z തന്നെയാണ് അല്ലേ. ദാറ്റ് മീൻസ് നമുക്ക് എന്ത് കിട്ടും? ദാറ്റ് ഈസ് ഇമേജ് ഓഫ് Z ലെസ് ദാൻ ഈക്വൽ ടു R ആൻഡ് ഇമേജ് ഐസോമോർഫിക് ടു Z. സോ രണ്ട് കേസുകൾ നമ്മൾ പറഞ്ഞു. ആദ്യത്തെ കേസ് പ്രകാരം നമുക്ക് എന്താ കിട്ടിയത്? ആദ്യത്തെ കേസ് പ്രകാരം ZN എവിടെ ഉണ്ടെന്ന് കിട്ടി? നമ്മുടെ ഇമേജിനകത്ത് ഉണ്ടാവുമെന്ന് കിട്ടി. ഇമേജിനകത്തല്ല, നമ്മുടെ അപ്പുറത്തുള്ള റിംഗ് ആറിനകത്ത് ഉണ്ടാവുമെന്ന് കിട്ടി. രണ്ടാമത്തെ കേസിൽ നമുക്ക് എന്താ കിട്ടിയത്? Z ആരുടെ അകത്ത് ഉണ്ടാവുമെന്ന് കിട്ടി? റിങ്ങിനകത്ത് ഉണ്ടാവുമെന്ന് കിട്ടി. സോ നമ്മൾ രണ്ട് പ്രൂവിങ് കാണിച്ചു. ഒന്നാമത്തെ എന്താ? റിംഗ് വിത്ത് യൂണിറ്റി ക്യാരക്ടറിസ്റ്റിക് n ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ അതിനകത്ത് ആ റിങ്ങിനകത്ത് ആര് ഉറപ്പായിട്ടുണ്ടാവും? ZN ഉണ്ടാവും. അതുപോലെ ക്യാരക്ടറിസ്റ്റിക് 0 ആണെങ്കിൽ അതിനകത്ത് ഉറപ്പായിട്ടും ആരുണ്ടാവും? സബ്രിങ് ആയിട്ടുള്ള Z ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അടുത്തെന്താ പറയുന്നത്? നമ്മൾ ഈ തിയറത്തിൻ്റെ ഹെൽപ്പോട് കൂടി നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ കാര്യം പറയുകയാണ്. ഇഫ് എ ഫീൽഡ് ഇഫ് ഇസ് ഈസ് എയ്തർ ഓഫ് പ്രൈം ക്യാരക്ടറിസ്റ്റിക് P ആൻഡ് കണ്ടെയ്ൻസ് എ സബ് ഫീൽഡ് ഐസോമോർഫിക് ടു ZP. അതായത് പ്രൈം ക്യാരക്ടറിസ്റ്റിക് ആയ ഒരു ഫീൽഡ് എടുത്താൽ അതിനകത്ത് ഉറപ്പായിട്ടും ആരുണ്ടാവും? ZP ഉണ്ടാവും. ഇനി ക്യാരക്ടറിസ്റ്റിക് 0 ആയിട്ടുള്ളൊരു ഫീൽഡ് എടുക്കണം വെച്ചാൽ അതിനകത്ത് ഉറപ്പായിട്ട് ആരുണ്ടാവും? Q ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഇഫ് ദ ക്യാരക്ടറിസ്റ്റിക് F ഈസ് ഓഫ് നോട്ട് 0 എന്ന് വിചാരിച്ചു.
ക്യാരക്ടറിസ്റ്റിക് ഓഫ് എഫ് എടുത്തു, നോട്ട് സീറോ എന്ന് വിചാരിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? ആ ക്യാരക്ടറിസ്റ്റിക്കിൻ്റെ ഓപ്ഷൻ എന്താ ഉണ്ടാവുക? തൊട്ട് മുമ്പത്തെ തീരപ്രകാരം ക്യാരക്ടറിസ്റ്റിക് നോട്ട് ഈക്വൽ ടു സീറോ ആണെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് സം എൻ ഗ്രേറ്റർ ദാൻ സീറോ ആയിരിക്കും. സം എൻ ഗ്രേറ്റർ ദാൻ സീറോ ആണെങ്കിൽ അതിനകത്ത് ആരും ഉറപ്പായിട്ടുണ്ടാവും? ആ റിങ്ങിൻ്റെ സബ് റിങ് ആയിട്ട് ZN ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ് അല്ലേ? പക്ഷെ അങ്ങനെയാണെങ്കിൽ ആ സബ് റിങ്ങിന് എന്താവാനേ പറ്റുള്ളൂ? ആ സബ് റിങ്ങിന് ആരോട് ഐസോമോർഫിക് ആവാനേ പറ്റുള്ളൂ? N മസ്റ്റ് ബി P. കാരണം എന്താ? എങ്ങാനും അതൊരു ഫീൽഡ് ആയില്ലെങ്കിൽ അതിനെന്തുണ്ടാവും? സീറോ ഡിവൈസസ് ഉണ്ടാവും അല്ലേ? പക്ഷേ ഒരു ഫീൽഡിൻ്റെ സബ് റിങ് എടുത്താൽ അതിനെന്തുണ്ടാവാൻ പറ്റില്ല ഒരിക്കലും? അതിന് സീറോ ഡിവൈസസ് ഉണ്ടാവാൻ പറ്റില്ല. ദാറ്റ് മീൻസ് അപ്പോൾ ആ പർട്ടിക്കുലർ സബ് റിങ് എന്തായിരിക്കണം? ഫീൽഡായി മാറണം. ദാറ്റ് മീൻസ് ZN ആ പർട്ടിക്കുലർ N എന്തായി മാറണം? പ്രൈം ആയി മാറണം. ഓക്കെ, ഇനി അടുത്ത കേസിൽ എന്താ ഉണ്ടാവുക? എഫ് ഈസ് നോട്ട് ക്യാരക്ടറിസ്റ്റിക് സീറോ. ക്യാരക്ടറിസ്റ്റിക് സീറോ ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഓട്ടോമാറ്റിക്കലി നമുക്കറിയാം എഫ് മസ്റ്റ് കണ്ടെയ്ൻ എ സബ് റിങ് ഐസോമോർഫിക് ടു Z. ഒരു സബ് റിങ് ഐസോമോർഫിക് ടു Z ഉണ്ടാവണം എന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ നമുക്ക് എന്തുണ്ട് അറിയാം? നമുക്ക് അറിയാവുന്നൊരു കാര്യമാണ് Z ഉണ്ടെങ്കിൽ, ഓക്കെ, നമ്മൾ എടുത്ത പർട്ടിക്കുലർ എഫിനകത്ത് Z ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനകത്ത് A/B പറഞ്ഞിട്ടുള്ള എലമെൻസിനെ എടുക്കാൻ പറ്റും. വേർ A ബിലോങ്സ് ടു Z ആൻഡ് B ബിലോങ്സ് ടു Z ആൻഡ് B നോട്ട് ഈക്വൽ ടു സീറോ ആയിട്ടുള്ള ഇതിൽ എടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ആരെ ഉണ്ടാക്കാൻ പറ്റും? നമുക്ക് ക്യൂവിനെ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, ദാറ്റ് മീൻസ് എന്താണ്? അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ 5th സെമസ്റ്ററിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം ഫീൽഡ് ഓഫ് ഫ്രാക്ഷൻസ് എന്ന് പഠിച്ചിട്ട്. ഓക്കെ, അതായത് സെഡിൽ നിന്ന് എങ്ങനെ ക്യൂ ഉണ്ടാക്കിയെടുക്കാൻ പഠിച്ചിട്ടുണ്ടാവും. സോ സെഡിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഫീൽഡിനകത്ത് ഉറപ്പായിട്ടും ആരുണ്ടാവും? ഓട്ടോമാറ്റിക്കലി ക്യൂ ഉണ്ടായേ പറ്റുള്ളൂ. ദാറ്റ് മീൻസ് ക്യാരക്ടറിസ്റ്റിക് സീറോ ആയ ഫീൽഡിനകത്ത് ആരുണ്ടാവും? ഉറപ്പായിട്ടും ക്യൂ ഉണ്ടാവും. ദാറ്റ് ഈസ് അപ്പോൾ പ്രൈം ഫീൽഡുകൾ രണ്ടെണ്ണമാണ്. ഒന്ന് ZP. P ക്യാരക്ടറിസ്റ്റിക്കുള്ള എല്ലാ ഫീൽഡിനകത്തും ആരുണ്ടാവും? ZP ഉണ്ടാവും. സീറോ ക്യാരക്ടറിസ്റ്റിക്കായ എല്ലാ ഫീൽഡിനകത്തും ആരുണ്ടാവും? ക്യൂ ഉണ്ടാവും. ദസ് നമുക്ക് കിട്ടിയ കാര്യം എന്താണ്? ദസ് every field contains either a subfield isomorphic to ZP for some prime P or a subfield is isomorphic to Q. Then we can say that the ZP and Q are fundamental building blocks on which we are rest when we call them as prime fields. The fields ZP and Q are called prime fields.